ആദ്യമേ തന്നെ ലഞ്ച് ബോക്സ് എന്താ കാണിക്കുന്നതെന്നല്ലേ? കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, പനീർ വെജ് പുലാവ്. അതിനുവേണ്ടി ആദ്യം ഒരു കടായി എടുത്ത് അതിലേക്ക് ഒരു 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ച്, നെയ്യോ എണ്ണയോ എന്താണെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് ആദ്യം ഒരു 100-150 ഗ്രാം പനീർ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് മാറ്റി വെച്ചതിന് ശേഷം അതേ കടായിൽ തന്നെ വേണമെങ്കിൽ 1 സ്പൂൺ നെയ്യോ എണ്ണയോ കൂടെ ഒഴിക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകും സവാളയും കൂടെ നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഗ്രീൻ പീസും സ്വീറ്റ് കോണും ചേർത്തിട്ടുണ്ട്. അതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പെപ്പർ പൗഡർ ഓപ്ഷണലാണ്. അതിനുശേഷം ബസ്മതി റൈസ് 1 കപ്പ് അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു അരമണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിട്ട് വളരെ ജെൻറ്റിലായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റൈസ് ബ്രേക്ക് ആവാതെ നോക്കണം. ശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരുന്ന പനീരും ഉപയോഗിച്ച് വെള്ളം ബോയിൽ ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. വെള്ളം ബോയിൽ ആയതിനു ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് ഫ്ലെയിം ലോയിലാക്കിയിട്ട് മൂടി വെച്ച് എനിക്ക് ഇന്ന് കറക്റ്റായിട്ട് 7 മിനിറ്റ് എടുത്തു. വെള്ളം കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് അതിനെ ഏകദേശം ഒരു 5-10 മിനിറ്റോളം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ മാറ്റി വയ്ക്കുക. അതവിടെ അങ്ങനെ ഇരുന്നോട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് റൈത്ത, ഹെൽത്തി ആയിട്ടുള്ളൊരു റൈത്ത പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനിന്ന് 1 കപ്പ് ഗ്രേറ്റഡ് കുക്കുംബറും 1 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റും മിക്സ് ചെയ്ത് അതിലേക്ക് പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ലെമൺ ജ്യൂസും ആവശ്യത്തിന് തൈരും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. അതിനകം നമ്മുടെ റൈസ് ഇവിടെ നല്ല ഫ്ലഫി ആയിട്ടും കുഴഞ്ഞു പോകാതെയും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാനാണെങ്കിലും ലഞ്ചിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും നമ്മൾക്ക് വളരെ എളുപ്പം തന്നെ നമുക്കൊരു 1 പോട്ട് മീലായിട്ട് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് കുട്ടികൾക്കാണെങ്കിൽ വെജിറ്റബിൾസ് അകത്തേക്ക് പോവുകയും ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണേ. താങ്ക്